ഹായ് കൂട്ടുകാരെ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അടുക്കളയിൽ എനിക്ക് കുറച്ച് ജോലികളുണ്ട്. ആ ജോലികൾ തീർത്തിട്ട് എനിക്ക് കുറേയേറെ തുണികളുണ്ട് നനയ്ക്കാൻ. തോട്ടിൽ കുറച്ച് വെള്ളം വീണിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. തോട്ടിൽ പോയി തുണി നനയ്ക്കാൻ പോവുകയാണ്. പിന്നെ രാവിലെ ചായ അടുപ്പയിലോട്ട് വെച്ചു. അതൊന്ന് കുടിച്ചിട്ടാകാം തോട്ടിപ്പോക്ക് എന്ന് വിചാരിച്ചു. പിന്നെ തീ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചു. അരി ഇട്ടങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ചായയും കുടിച്ച് തോട്ടിൽ പോയി. തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു വാഴയ്ക്കാത്തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാഴയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുറച്ച് വൻപയറൂടെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട്. അപ്പോൾ തുണി അലക്കിയിട്ട് വരുമ്പോഴത്തേക്കിനും അത് കുതിർന്ന് കിട്ടുമല്ലോ, പിന്നെ വന്ന് തോരൻ വയ്ക്കാൻ മതിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നനയ്ക്കാൻ പോവുകയാണ്. ഇനിയും നമുക്ക് തുണി അലക്കുന്ന വീഡിയോ കാണാം. അതിനു മുമ്പായി പുതുതായി കാണുന്ന കൂട്ടുകാരോട് എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയൊരു പൂവൻ കൊല ഉണ്ടായിരുന്നു. 1-2 പടല മാത്രമേ ഉള്ളായിരുന്നു. അത് കണ്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കായ്കളൊക്കെ വിളഞ്ഞ് പൊട്ടി കീറിയിരുന്നു. പിന്നെ പൊട്ടി കീറിയത് പഴുപ്പിക്കാൻ കൊള്ളത്തില്ലല്ലോ. അത് തോരൻ വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിക്കും പൂവൻ കായ ഏറ്റവും നല്ലതാണ് കേട്ടോ. വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക, സൂപ്പറാണ് കേട്ടോ. ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കുന്നതിനേക്കാളും ഏത്തയ്ക്ക തോരൻ വയ്ക്കുന്നതിനേക്കാളും അതുപോലെ മറ്റ് കറിക്കാകളൊക്കെ തോരൻ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ പൂവൻ കായ്ക്ക്. വെച്ചിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് വെച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊക്കെ ചെത്തി ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. വാഴയ്ക്കായ തോരൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൻപയറൂടെ ഇടാമെന്ന് കരുതി ഞാൻ കുറച്ച് വൻപയറെടുത്ത് കുതിർത്തിടുകയാണ്. തോട്ടിലെ തുണിയലക്ക് കഴിഞ്ഞിട്ട് വന്ന് തോരൻ വയ്ക്കാം. തുണിയലക്കാൻ പോകുന്ന വഴിയെല്ലാം ഈ പ്രകാരമാണ് കിടക്കുന്നത്. അതായത് പുല്ലും കാടുകളും പിടിച്ച വഴികളിലൂടെ ആണ് പോകേണ്ടത്. തോട്ടിൽ തുണി നനയ്ക്കാൻ ഇപ്പോഴും വരാറേ ഇല്ലായിരുന്നു. തോട്ടിൽ ശകലം പോലും വെള്ളമില്ലായിരുന്നു. 2-3 മഴ പെയ്തതിന് ശേഷമാണ് കുറച്ച് വെള്ളം തോട്ടി വീണത്. തോട്ടി വെള്ളം വീണപ്പം ഞാൻ ഓർത്തു കുറേയേറെ തുണികളുണ്ടല്ലോ, അങ്ങനെ തോട്ടി കൊണ്ടുപോയി തുണി നനച്ച് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. തെങ്ങുകളും വാഴകളും ഒക്കെയുള്ള ഒരു വയലാണ് ഈ കാണുന്നത്. വയലിൻ്റെ നടുക്കൂടാണ് ചെറിയൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ വേണം നമുക്ക് തോട്ടിലോട്ട് പോകുവാൻ. ഇനിയും തോട്ടിൽ ചെന്നിട്ട് കാണാം.
അങ്ങനെ നമ്മൾ തോട്ടിലെത്തി നോക്കിയപ്പോഴാണ് സോപ്പ് പൊടി കൊണ്ടുവന്നിട്ടില്ലെന്ന് മനസ്സിലായത്. പിന്നെ സോപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇനിയും സോപ്പ് പൊടി എടുത്തുകൊണ്ട് വരാനെ കൊണ്ട് കുറച്ച് നടന്നു പോകണം, വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴേ നമ്മുടെ സോപ്പിട്ട് തേച്ച് നമുക്ക് തുണി നനയ്ക്കാം. അപ്പോഴേ ഇനിയും ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോഴേ നമ്മുടെ തോട് കണ്ടാൽ വെറും പാവം തോട്. ഓ, എന്തൊരു ശാന്തമായ വെള്ളം പോക്ക. അയ്യോ, ഈ തോട് ക്രൂരനാകുമോ അപ്പോഴേ എന്ന് തോന്നിപ്പോകും. അല്ല കൂട്ടുകാരെ, രണ്ട് കരയും കവിഞ്ഞ് നല്ല മഴയുള്ള സമയത്ത് ഒഴുകിപ്പോകും വെള്ളം. ഭയങ്കര അടിയൊഴുക്കുമാണ്. അപ്പോഴേ ഞാൻ ഈ തുണി നനയ്ക്കുന്നിടത്ത് ഒന്നും നിന്ന് തുണി നനക്കാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ ചെറിയ കല്ലിൽ കൈപ്പടയുണ്ട്, കൈപ്പടയിലൊക്കെ ഇട്ടാണ് തുണി അലക്കുക പതിവ്. അപ്പോഴേ ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ തോടിൻ്റെ നടുഭാഗമാണ്. അപ്പുറം ഇപ്പുറയും തോടിനൊഴുകി പോകാൻ സ്ഥലങ്ങളുണ്ട്. അപ്പോഴേ അവിടെയെല്ലാം വെള്ളം കയറി ഒഴുകിപ്പോകും. അക്കരെ കല്ല് കാണുന്നില്ലേ, ആ കല്ലിൻ്റെ മണ്ടേ കൂടെ വെള്ളം പോകും. നമ്മുടെ ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തെ കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, ഒരു 2018. അന്ന് നമ്മുടെ ഇവിടെ അല്ല, വേറെ ഒരു ഭാഗം ഇരുൾപൊട്ടി ഇതുവഴിയാണ് വെള്ളം പോയത്. അപ്പോഴാ പാലത്തിൻ്റെ മണ്ടേ കൂടാണ് അന്ന് വെള്ളം പോയത്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല കൂട്ടുകാരെ. ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആ വെള്ളം ഞാൻ കാണിക്കായിരുന്നു. അന്നെല്ലാവരും ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോഴേ ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് തുണി അലക്കാൻ. നമുക്ക് തുണി അലക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളയിൽ ചെന്നിട്ട് ബാക്കി പണികളോടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെട്ടെന്നൊന്ന് തുണി അലക്കി എടുക്കട്ടെ. അപ്പം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുക കൂട്ടുകാരെല്ലാം. അപ്പോൾ കണ്ട് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വീണ്ടും പോകാം.
അങ്ങനെ തുണിയൊക്കെ നനച്ചു. ഇനിയും ആ തുണിയെല്ലാം ഒന്ന് ഒലച്ച് പിരിയുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.